അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഒരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയാണ്. നമ്മുടെ ചാനലിന്റെ പേരാണ് നൈറ്റ് ഔട്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ഗസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് നമ്മുടെ സ്വന്തം ആങ്കർ, ഡാൻസർ, മോഡല്. ഏത് മോഡൽ ചേച്ചി? അനുശ്രീ ചേച്ചിയാണ്. സുഹൃത്തുക്കളെ കൈയടിക്കൂ. ചേച്ചി, വെൽക്കം ടു നൈറ്റ് ഔട്ട് ടോക്സ്. ഫസ്റ്റ് എപ്പിസോഡ്. അനുശ്രീ യുകെയിലാണ് സെറ്റിൽഡ്. ഷീ കംസ് ടു ഇന്ത്യ ഫ്രീക്വന്റ്ലി, റൈറ്റ്? അപ്പം അവിടെയും ഇവിടെയും കണ്ടന്റ് ചെയ്യുന്ന ആളാണ്. എൻ്റെ അടുത്ത് എല്ലാവരും പറയും ഇങ്ങനെ UK പോയിട്ട് ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ഇന്ത്യ അടിക്കുന്ന വേറെ ആൾക്കാരില്ല എന്നുള്ളത്. പക്ഷെ ദാറ്റ് ഈസ് ബിക്കോസ് എ പീസ് ഓഫ് അവർ ഹാർട്ട് ഇസ് ലെഫ്റ്റ് ഹിയർ. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് എന്താണ് നമുക്കിങ്ങനെ കോൺസ്റ്റൻറ്റ് ഒരു പ്രവർത്തന മണ്ഡലം നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ അവിടെ മോസ്റ്റ്ലി ഒരു പേരൻറ്റ്, ഒരു IT പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ബാക്കി എല്ലാ കലാക്രിമികടികളും ഇവിടെ വന്നാണൊന്ന് സൂത്താകുന്നത്. സോ അതുകൊണ്ട് നാച്ചുറലി നാട്ടിൽ വരണം. ഈവൻ ഡാൻസ് ക്ലാസ്സിനാണേലും എൻ്റെ സെൽഫ് ലേണിങ്ങിനാണേലും പിന്നെ ഇതുപോലത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സുമായിട്ട് കൂട്ടിമുട്ടാനാണേലും ഇവിടെയാണോ നല്ലത്, അവിടെയാണോ നല്ലത്? ഡെഫിനറ്റ്ലി ഇവിടെ തന്നെയാണ് നല്ലത്. എനിക്ക് അറിഞ്ഞൂടാ വൈ ആൾക്കാർക്ക് ഇപ്പോൾ ഒത്തിരി മൈഗ്രേഷനും ഉണ്ട്. അപ്പം ആൾക്കാർ എന്തിനാണ് ഇപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ ഫൈൻ, എൻ്റെ കുട്ടികളുടെ പഠനം, പിന്നെ എൻ്റെ ജോലി ഒക്കെ ഇപ്പം ഞാനൊരു 5-6 വർഷമായിട്ട് ഇപ്പം അവിടെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും തോറും നമ്മൾ കൂടുതൽ കംഫർട്ട് സോണിലോട്ട് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് ജോലി ചാടി ഓരോ ജോലി ചാടുമ്പോഴും ആൾക്കാർക്ക് 30% ഹൈക്ക് കിട്ടുമല്ലോ. 30-40% മിനിമം ഹൈക്കാണ്. അപ്പോൾ അങ്ങനെ ഹൈക്ക് കിട്ടി, ഇവിടെ തന്നെ നല്ല ശമ്പളം കിട്ടി, ജീവിക്കാനുള്ള നല്ല സാധ്യത ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഇവിടെ ആകുമ്പം നമുക്ക് കുടുംബവും നമുക്ക് കുട്ടികളൊന്ന് തൽക്കാലം പാർക്കണം വിചാരിച്ചാൽ പാർക്കാനുള്ളൊരു അവസരവും ഒക്കെ ഉണ്ട്. സപ്പോർട്ട് ഇവിടെയാണ് കൂടുതൽ. അവിടെ പിന്നെ എല്ലാം നമ്മൾ തന്നെയാണ്. ഡെഫിനറ്റ്ലി ഇവിടെ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പറ്റാന്നാണല്ലോ. പക്ഷേ ക്രിയേറ്റീവ്ലി നാട്ടിൽ വരുമ്പോഴാണോ? ഓഫ് കോഴ്സ് ക്രിയേറ്റീവ്ലി നാട്ടിൽ വരുമ്പോൾ തന്നെയാണ്. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഇഫ് യു സീ ആർട്സിന് എസ്പെഷ്യലി വളരെ സീരിയസ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. തിയേറ്റർ ഒരിക്കലും നശിച്ചിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ശരിക്കും നമ്മൾ തിയേറ്ററിൽ പോയാൽ മൈക്കിൾ ജാക്സന്റെ ഒരു ഷോ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. അതും അങ്ങനത്തെ ആർട്സിന് സ്പെൻഡ് ചെയ്യാനും ആൾക്കാർക്ക് ഒരു മടിയില്ല. ഒരു നല്ലൊരു എക്സിബിഷൻ ആണെങ്കിൽ അതൊരു പെയ്ഡ് എക്സിബിഷനായിട്ട് ആൾക്കാർക്ക് പോയി ആ ചിത്രങ്ങൾ കാണാൻ. ഇവിടെ ഇപ്പോൾ ഒരു ഫ്രീ എക്സിബിഷൻ ആണെങ്കിൽ പോലും കാണാൻ ആസ്വാദകർ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ ഇപ്പം ഡാൻസ് ഫെസ്റ്റിവലും ഇതുപോലെ മ്യൂസിക് ഫെസ്റ്റിവലും ഇതൊക്കെ കുറച്ച് ഒരു കൂടുതൽ ബസ്സായി വരുന്നത് കൊണ്ട് ആർട്ടിസ്റ്റിക്കലി ശരിക്കും കോർ ആർട്സ് നിൽക്കുന്ന ആൾക്കാർക്ക് മെല്ലെ ഇവിടെ ഒന്ന് ഇവോൾവിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ലിമിറ്റഡ് ആണ്, സർക്കിൾ ലിമിറ്റഡ് ആണ്, റസിക സർക്കിൾ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇപ്പോഴും എല്ലാവരും പറയല്ലോ നാട്ടിലേക്കാട്ടിലും ഈ ഫെസ്റ്റിവൽസ് ഒക്കെ ആഘോഷിക്കുന്ന കൂടുതലും പുറത്തുള്ള അത് നാട് വിട്ടാൽ മലയാളികളും നാട് വിട്ടാൽ ഇന്ത്യക്കാരും ഭയങ്കര നൊസ്റ്റാൾജിയയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. എന്റെ കുട്ടികൾ പോലും പണ്ടത്തെ അത്രയും ആ ഓണവും അതൊന്നും അത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യാറില്ല. പക്ഷെ വെൻ യു സീ പുറത്തുള്ള മൈഗ്രേറ്റ് ചെയ്ത ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ ദേ ലൈക്ക് സെലിബ്രേറ്റഡ് സോ എന്തൂസിയാസ്റ്റിക്കലി. നമ്മളൊക്കെ വിചാരിക്കും അയ്യോ നമ്മളെ നാട്ടിലുണ്ടായി. അതെ നാച്ചുറലി അത് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പം നമ്മൾ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യണ പോലെയല്ല നമ്മൾ ഓഫീസിലൊരു ഗ്യാങ്ങുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം അല്ലേ. എനിക്കറിയാം വീട്ടിൽ ഞാൻ സദ്യ ഉണ്ടാക്കിയില്ലെങ്കിലും ഓഫീസിൽ എൻ്റെ 4-2 കൂട്ടുകാരുടെ കൂടെ നമ്മൾ പോയി സദ്യ കഴിച്ചിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു ഗ്യാതറിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോഴാണ് ഡാൻസ് ഐ നോ യു സ്റ്റാർട്ട് ഭയങ്കര ചെറുപ്പത്തിലേ സ്റ്റാർട്ട് ചെയ്തതാണ്. എത്ര വയസ്സിലായിരുന്നു അത്? എനിക്ക് തോന്നുന്നു വളരെ കൊച്ചിലെ വീട്ടിൽ അമ്മ എപ്പോഴും ഡാൻസ് ക്ലാസ്സിന് പോകുമ്പോൾ 3-4 വയസ്സിലെ അമ്മ കൊണ്ടുപോയി തുടങ്ങി. പിന്നെ മടിയുടെയും ഇപ്പം ഇങ്ങനെ നമ്പർ ഇളക്കറിൻ്റെയും ഒക്കെ അത് എനിക്കറിയാം. കാരണം എൻ്റെ മകളിപ്പോൾ അതേ നമ്പർ ഇറക്കുന്നുണ്ട്. ഇറക്കലിലേക്ക് ഇതായതുകൊണ്ട് ആക്ച്വലി കൊച്ചിലെ പഠിച്ചതൊക്കെ നമ്മൾ കൊച്ചിലെല്ലാവരും ഇവിടെ ഒരു കേരളത്തിൽ ഒരു വിധം ഏതൊരു കുട്ടിയെടുത്ത് പെൺകുട്ടിയുടെ എസ്പെഷ്യലി ചോദിച്ചാൽ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ് വരെ എന്ന് പറയുന്ന ആൾക്കാരാണ്. 10ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് വിടും. 12ാം ക്ലാസ് കഴിയുമ്പോൾ പ്രത്യേകിച്ച് വിടും. കോളേജൊക്കെ ആകുമ്പോൾ പിന്നെ ഡാൻസ് എന്ന് പറയും, കോളേജ് ജോലി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ഒരാളിൽ ഡാൻസ് ഉണ്ടോ എന്നറിയണമെങ്കിൽ ഒരു 21 വയസ്സ് അല്ലെങ്കിൽ ഒന്ന് ജോലിയിൽ സെറ്റിലായി കഴിഞ്ഞിട്ട് അവർ ഡാൻസ് ചെയ്യാനുണ്ടെങ്കിൽ അതാണ് ഒരു ശരിക്കും ഒരു ആർട്ട് ലവർ നമ്മൾ അല്ലേ.
നമ്മൾ ആ ഒരു പ്രായത്തിൽ നമ്മളെല്ലാം സെറ്റിൽ ചെയ്ത് ഇഫ് യു കം ബാക്ക് ടു ആർട്സ് ദാറ്റ് ഈസ് എ റിയൽ ആർട്ടിസ്റ്റ് എന്നുള്ളതാണ്. പണ്ടത്തെ ടൈപ്പ് ഓഫ് ലോകമല്ല ഇപ്പൊ ഫുൾ സോഷ്യൽ മീഡിയയുടെ ഇതാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഫുൾ കണ്ടന്റ് ക്രിയേഷന്റെ ഇതാണ്. സോ ഹൗ ഈസി ഓർ ഹൗ ഡിഫിക്കൽട്ട് വാസ് ഇറ്റ് ഫോർ യു ടു ഇന്റഗ്രേറ്റ് വിത്ത് ദാറ്റ് യുനോ? സത്യം. കാരണം എനിക്കെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഏതൊരു കണ്ടന്റും ഇപ്പം എനിക്ക് ദാറ്റ് ഇസ് വാട്ട് എൻ്റെ ഇച്ച് എന്ന് പറഞ്ഞാൽ ടു ടെൽ സ്റ്റോറീസ്, ടു എൻ്റെ ആ ഒരു നമുക്ക് ആങ്കറിങ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ക്ലാസിക് ആങ്കറിങ്. ആ ക്ലാസിക് ആങ്കറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ ഒരു പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പാട്ടിൻ്റെ പശ്ചാത്തലം ഇതാണ്, അതിൻ്റെ എഴുത്തുകാരൻ ഇതാണെന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ പരത്തി അടിച്ച് പറയാനുള്ളൊരു ശീലമാണ് നമ്മളൊക്കെ പൊതുവേ ട്രെയിൻഡ് ആയിട്ടുള്ള രീതി, ഒരു ഓൾഡ് സ്കൂൾ രീതി. പക്ഷേ ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് കണ്ടന്റ് ആണ്. നിന്നിപ്പിന് അഭി ഡാൻസ് കളിക്കും, എനിക്കത് പറ്റില്ല. എനിക്കാണെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, അത് നന്നായിട്ട് മനസ്സിൽ ഹൃദയസ്ഥമാവണം, എന്നിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. അപ്പം ആ ഒരു എൻ്റെ ഒരു റെഗുലർ കോൺഫിഡൻസ് ടു ക്രിയേറ്റ് ഇൻസ്റ്റൻറ്റ് കണ്ടന്റ് ഭയങ്കര കുറവാണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡിഫറെൻറ്റ്. ഇപ്പോഴത്തെ ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ദേ ആർ എല്ലാ ദിവസവും അവർ ത്രൈവിങ് ആണ്. അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മുടെതൊക്കെ ട്രയൽഡ് ആൻഡ് ടെസ്റ്റഡ് ആണ് കേട്ടോ. നമുക്ക് 2 ദിവസം നമ്മൾ ത്രൈവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓക്കെയാണ്. ഇതിപ്പോൾ 2 ദിവസം എനിക്ക് തോന്നുന്നു അവർ ത്രൈവ് ചെയ്തില്ലെങ്കിൽ 2 കണ്ടന്റ് അവർക്ക് പോയില്ലെങ്കിൽ അവർ പെട്ടെന്ന് വാടിയും പോകും. നമ്മൾ പിന്നെ ആ കാര്യത്തിൽ നമുക്ക് കുഴപ്പമില്ല. വിവ് സീൻ ലോസ് എ ലോട്ട്. അപ്പം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതെ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് വലുതായിട്ട് വർക്ക് ആയില്ലെങ്കിലും നമുക്ക് ഓക്കെ ഓർഗാനിക് ആയിട്ട് പോയാൽ മതി എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവയുടെ കാര്യത്തിലും നിങ്ങളുടെ കാര്യത്തിലൊക്കെ ഓർഗാനിക് ആയിരുന്നല്ലോ, ഭയങ്കര ഓർഗാനിക് ആയിരുന്നു. ചോദിക്കും കാണുമ്പോ തന്നെ ശരിക്കും നിങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ആണോ സ്ക്രിപ്റ്റഡ് ആണോ? പക്ഷെ ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് കേട്ടോ. ബിക്കോസ് നമ്മൾ ചൂസ് ചെയ്തത് അബി എപ്പോഴും പറയും നമുക്ക് വല്ല വീഡിയോഗ്രാഫിയോ മറ്റോ ചെയ്താൽ ആദ്യം ഇവന്റെ ഐഡിയ വീഡിയോഗ്രാഫി ആയിരുന്നു. അതിന് നമ്മൾ GoPro ഒക്കെ മേടിച്ച് നമ്മളൊന്ന് മൈൻഡ് സെറ്റ് ഒക്കെ ഇങ്ങനെ ശരിയാക്കി വന്നപ്പോഴേക്കും ഒരു 10 ആൾക്കാർ വീഡിയോഗ്രാഫി. പിന്നെ ലൈക്ക് ഓക്കെ ശരി ഡാൻസ് ചെയ്യണം. പിന്നെ ഡാൻസ് ഇറങ്ങിയപ്പോഴാണ് മൈ ഗോഡ് ഇത് എന്തൊരു ഇപ്പൊ പാടെന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി വീഡിയോ നല്ല എളുപ്പമാണ്. അവരെ സംസാരിച്ച് അവരെ എങ്ങോട്ടുള്ള മൂവ്മെന്റ് ആയാലും ഇപ്പം ഫോട്ടോ എടുക്കണേ പിടിച്ച് നിർത്തിയാൽ മതി, വീഡിയോ എടുക്കണേ അവരെ കൊണ്ട് ഡാൻസ് എന്ന് പറഞ്ഞത് ഞാൻ മെനക്കെടണം, പഠിപ്പിക്കണം. ഇപ്പം വീഡിയോ എടുക്കണമെങ്കിൽ ഇപ്പൊ ഒന്ന് നടന്ന് ഇട തെറ്റിയ കുഴപ്പമില്ല, ഒന്നുകൂടെ നടക്കും. മറ്റേത് ഒരു പാട്ട് കളിച്ചു വരുമ്പോൾ ഇടയ്ക്ക് തെറ്റി വീണ്ടും നമുക്ക് ഒന്നേന്ന് കളിക്കണം. പക്ഷെ തെറ്റിച്ചാലും നമുക്കത് ഒന്നുകൂടെ അവർ കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട് കളിക്കണമെന്നെങ്കിൽ നമ്മള് നോക്കണം. എന്ന് വെച്ചാൽ അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതി വീണ്ടും നമ്മൾ റീടേക്ക് എടുത്തിട്ട് ഒരു രീതിയിൽ. അതെ, ഡാൻസിന്റെ ഒക്കെ ഒരു കുഴപ്പം എന്താ പറഞ്ഞാൽ ആൾക്കാർക്ക് മീഡിയോക്കർ കണ്ടന്റ് ഇഷ്ടമല്ല. പിന്നെ മാത്രമല്ല എല്ലാവർക്കും ഒരു ഇൻഹിബിഷൻ ഉണ്ട് ചെയ്യാൻ വേണ്ടി. ലൈക്ക് എസ്പെഷ്യലി നമ്മുടെ ജനറേഷനിലെ ആൾക്കാരൊക്കെ ഐ ഡോണ്ട് തിങ്ക് എന്റെ അടുത്തൊക്കെ ഒരാൾ പെട്ടെന്ന് വന്ന് ഡാൻസ് ചെയ്യാൻ. പക്ഷെ ഐ വാസ് സർപ്രൈസ്ഡ് എന്നോട് ഇറങ്ങിയപ്പോൾ ഐ വാസ് ലൈക്ക് ഇതൊക്കെ ആരെങ്കിലും ചെയ്യോ? പിന്നെ ഇറങ്ങിയപ്പോഴാണ് ഐ വാസ് ലൈക്ക് ഐ വാസ് സർപ്രൈസ്ഡ് സോ മെനി പീപ്പിൾ ആർ അഗ്രീയിങ് ചെയ്യാൻ വേണ്ടി അഗ്രി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഒന്ന് പ്രഷർ ഇട്ടാൽ ദേ വിൽ ലൈക്ക് ഐ ഹാവ് നെവർ ഡൺ ഇറ്റ് ബട്ട് ലെറ്റ്സ് ട്രൈ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. there are people who are ready to do this on camera these days, you know? No, what I think is നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, there is a daredevil and there is an observer. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തും ഡെയറിങ് ആയിട്ട് മുന്നിലിട്ട് തള്ളിവിടാൻ, സിംഹത്തിന്റെ മടയിലൊക്കെ തള്ളിവിടാൻ ഒരാളുണ്ട്, സൈഡിൽ നിന്ന് എല്ലാം മാറും നോട്ട് ചെയ്യണം. സോ അതൊരു ഭയങ്കര 2i പെർസ്പെക്റ്റീവ്, അതൊരു ഭയങ്കര നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നു ആ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ബിക്കോസ് വി see things from two different perspectives. അതെ അതെ. അപ്പൊ അത് that has also helped us, I think. ഇവൻ ചിലപ്പോൾ ചമ്മലുള്ള പൈസ പോയി ചോദിക്കും പക്ഷെ എത്രയോ മെനക്കേടുകളാണ്, എത്ര പ്രാവശ്യം ചോദിച്ചിട്ട് കിട്ടാതെ. ഒരു ദിവസം ഇറങ്ങി ഒരു 10 രൂപ എടുത്ത് ചോദിക്കുമ്പോൾ 1-2 കിട്ടും മാക്സിമം. പക്ഷെ ഐ നോട്ടീസ്ഡ് അനുശ്രീ നമ്മള് കണ്ടന്റിന്റെ കാര്യം പറയുമ്പോഴൊക്കെ യു ആർ വെരി എന്തൂസിയാസ്റ്റിക് അബൌട്ട് ഇറ്റ്. ഇപ്പൊ ആ ഒരു അല്ലെ കണ്ടന്റ് ചെയ്യാനൊരു അതെ ശരിയാണ് കേട്ടോ. ഞാൻ ആദ്യം ഐ ഡിസൈഡ് ഓക്കെ ഫൈൻ ക്ലാസിക്കൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, ഐ വിൽ നോട്ട് ഡു എനിത്തിങ് അതർ ദാൻ ക്ലാസിക്കൽ, കാരണം ദാറ്റ് ഇസ് മൈ സ്റ്റൈൽ. പക്ഷേ അങ്ങനെ ഞാനിപ്പോൾ എന്നെ തന്നെ ലിമിറ്റ് ചെയ്തിട്ട് എന്തിനാ? അതിപ്പം വാട്ട് ആർട്ട് ഐ വോണ്ട് ടു പെർസ്യൂ ഇൻ മൈ ആർട്ടിസ്റ്റിക് ജേർണി ഈസ് ഡിഫറെൻറ്റ്, വാട്ട് ഐ വോണ്ട് ടു പെർസ്യൂ ഇൻ മൈ കണ്ടന്റ് ജേർണി ഈസ് ഡിഫറെൻറ്റ് അല്ലേ?
ബിക്കോസ് അന്നും നമ്മള് ആദ്യത്തെ ചെയ്തപ്പോഴും നമ്മളിങ്ങനെ അയ്യോ ചേച്ചി you like, ഞാൻ ലിസ്റ്റ് ചെയ്യാം ഏതാ? മറ്റേ പുറകിലെ അന്നത്തെ അയ്യോ ചേച്ചിനെ കൊണ്ടൊക്കെ അന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു ചേച്ചി? അടിപൊളിയല്ലായിരുന്നു. കാരണം ഞാൻ അന്ന് വരെ എൻ്റെ ആ ഒരു ടാബു ഞാൻ പറഞ്ഞില്ല, അന്നേ വരെ ഞാൻ ഓൺലി ക്ലാസിക്കൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇനിയിപ്പോൾ അഥവാ വല്ല ഒരു ഗ്രൂപ്പ് ഒരു സോഷ്യൽ റീൽ ചെയ്യണമെങ്കിൽ തന്നെ അത് സ്റ്റോറി മാത്രമായിട്ട് ഇടാനും ഒക്കെ. കാരണം എൻ്റെ കണ്ടന്റിൽ ഒരു നോൺ ക്ലാസിക്കൽ സാധനം വരരുത്. എൻ്റെ പേജിൽ നോൺ ക്ലാസിക്കൽ സാധനം വന്നാൽ എൻ്റെ പേജിന് തന്നെ ഒരു ഇത്തിരി കോൺട്രാസ്റ്റിംഗ് ആണ് കോൺട്രഡിക്റ്റിംഗ് ആണെന്ന് തന്നെ വിചാരിച്ചിരുന്നു. പക്ഷെ അബിയുടെ ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഔട്ട്സൈഡ് ക്ലാസിക്കൽ ഇട്ട ഒരു സാധനം. സോ ബേസിക്കലി ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ബ്രേക്കിംഗ് ഓരോ ബബിൾസ് അല്ലേ? അതെ അതെ. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്കൊരു ലെസ് ദാൻ 10K, എനിക്ക് ആ റീലിൽ കാണുന്നുണ്ട് 14.9K എന്തോ അത്രേ ഉള്ളൂ ഫോളോവേഴ്സ്. And I still remember നമ്മുടെ ഫസ്റ്റ് റീല് വേറെ ആരോ എടുത്തിട്ട് 1 million അടിച്ചപ്പോ നമ്മൾ ഇട്ടിട്ട് എവിടെ അതെ. ആ പേജിന്റെ കണ്ട ടൈറ്റിൽ തന്നെ വികാരം അങ്ങനെയൊക്കെ അവർക്കൊക്കെ കയറി പോകും. നമ്മുടെ രണ്ടാളുടെയും ജേർണിയും ഒത്തിരി I think we've come a long way. Absolutely. അതെ. So what is at this point, what is your, I mean, classical ഇതിലല്ല അല്ലാണ്ട് കോണ്ടന്റ് ക്രിയേഷനിൽ എന്താണ് ഇപ്പം? ഡു യു ഇന്റെൻഡ് ടു ഗോ ഹെഡ് വിത്ത് ഇറ്റ് ഓർ ഡെഫിനറ്റ്ലി എങ്ങോട്ടാ എടുക്കുന്നത്? So that is what എനിക്കിപ്പം if I have not done something in Insta for at least a week or two, I feel like I'm missing some action എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒന്നുമില്ലെങ്കിലും എനിക്ക് ഒരു ട്രൈപോഡ് വെച്ച്, കാരണം ഡാൻസ് ഒക്കെ എടുക്കാൻ നമുക്ക് ഒത്തിരി കാറ്റ് അങ്ങനത്തെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഒരു വെറുതെ ഒരു ട്രൈപോഡ് വെറുതെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതേസമയം ഒരു ട്രൈപോഡ് വെച്ച് ഒരു മൈക്ക് ഉണ്ടെങ്കിൽ നടക്കുന്നൊരു കാര്യമാണ് സ്റ്റോറി. ആൻഡ് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ നമ്മുടെ ഒരു കൾച്ചറിൽ തന്നെ മിനിറ്റ് തൊട്ടതിനും പിടിച്ചതിനുമാണ് സ്റ്റോറീസ്. അപ്പോൾ ആ സ്റ്റോറീസ് കണ്ടുപിടിച്ച് പറയുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ യു ഓൾസോ ഡൺ അന്ന് ഇടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോ കുറെ ജതിയൊക്കെ ചെയ്യാം. പക്ഷെ അതിനൊക്കെ വ്യൂവർഷിപ്പ് കുറവാണ് കേട്ടോ. ഐ തിങ്ക് ശരിക്കും ഡാൻസ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഐ റിമെമ്പർ ഈവൻ മമ്മി പോലും കണ്ടിട്ട് അയ്യോ എന്ത് രസമായിരുന്നു, ആസ്ക് ടു ഡു മോർ. വെരി നൈസ്. അതെ, ദാറ്റ്സ് വാട്ട്. സോ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വലിയൊരു സ്കെഡ്യൂൾ ഉണ്ട്. ഞാൻ ട്രാവലിംഗ് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന വ്യക്തിയാണ്. അപ്പം ഐ ലൈക്ക് ടു മേക്ക് എ പ്ലാൻ ആൻഡ് ഐ ലൈക്ക് ടു സ്റ്റിക്ക് ടു ദാറ്റ് ഐറ്റനറി. എനിക്ക് അതിൽ ഒരെണ്ണം മിസ് ചെയ്ത മിസ്സായല്ലോ എന്നുള്ള സങ്കടം. കാരണം വി ആർ നോട്ട് ഗോയിങ് ടു വിസിറ്റ് ദ സെയിം പ്ലേസ് അനദർ ടൈം മോസ്റ്റ് പ്രോബബ്ലി. നമുക്ക് അതേസമയം നമ്മുടെ നാട്ടിലെ സ്ഥലമൊക്കെ ആണെങ്കിൽ ഒക്കെ ഒരു മ്യൂസിയം പിന്നെയും നമ്മൾ പോകും. അതുപോലെയല്ല ഇപ്പം ഒരു വേറൊരു കൺട്രിയിൽ പോയിട്ട് അതിനുള്ള വിസയും എല്ലാ റിക്വയർമെൻറ്റ്സും എടുത്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളൊരു ജതിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ജതിയുടെ പുറത്ത് നല്ല കോൺഫിഡൻസ് വേണം. രണ്ടാമത്തെ കാര്യം നമുക്ക് എടുത്താൽ ഇതിപ്പോൾ എത്ര സ്ഥലത്ത് നിന്ന് ചെയ്താലാണ് നമുക്ക് യൂസബിളായിട്ട് അഭി നേരത്തെ പറഞ്ഞ അതേ കാര്യം. ഡാൻസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള കണ്ടന്റ് ടേൺ ഔട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും എന്തായിരുന്നു അഭിയുടെ ടേണിംഗ് പോയിന്റ്? ഐഷുവിനെ കാണുന്നത് ഒന്ന്. ഐഷു പിന്നെ എല്ലാവരെയും ഇങ്ങനെ ഉദ്ധരിച്ച് നടക്കലാണ്. ഐഷു എൻ്റെ അടുത്ത് മിനിറ്റ് പറയും ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണം. ഞാൻ പറഞ്ഞു ഇത് തന്നെ തള്ളിക്കൊണ്ട് പോകാനുള്ള പാട്. സത്യം. ബിക്കോസ് ഞാൻ അത് പറയാൻ കാര്യം എന്റെ കുട്ടികൾ കേൾക്കും. There's someone called Shweta. She's settled in the US. I don't know if you've heard. So she does these podcasts stories about പുരാണങ്ങളിലെ very child friendly രീതിയിൽ സ്റ്റോറീസ് ചെയ്യും. My kids love listening to it. അപ്പോൾ രാത്രി എപ്പോഴും they get ready faster because they want to listen to it. Okay, nice. So അത് കാരണമാണ്. I mean they're interested. ഇപ്പോഴത്തെ ജനറേഷൻ അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള തന്നെ ഒരു വലിയ കാര്യമല്ലേ. And you have so many stories to say. അപ്പം എന്തായാലും ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പോഡ്കാസ്റ്റ് ഇട്ടാൽ കിഡ്സ് ലൈക്ക് മൈ. ശരിയാണ്. You have that natural storytelling-ന്റെ ഇതുള്ള കാരണം താല്പര്യമുണ്ട്. അതെ. പക്ഷെ ഇനി ഒരു കാര്യം കൂടെ ഏറ്റുപിടിക്കണമല്ലോ. അതെ, ഫിയർ ഓഫ് ദി അൺനോൺ ആണ്. തുടങ്ങിയാ പിന്നെ നമ്മളും ഒത്തിരി ഇങ്ങനെ അല്ലേ ഇങ്ങനെ ഇരിക്കും. ഈവൻ ദിസ് പോഡ്കാസ്റ്റ് ചെയ്യാനും എത്ര നാളായി നമ്മളിത് നോക്കുന്നു. പക്ഷെ എങ്ങനെ ചെയ്യും? എല്ലാരും ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ഡിഫറെന്റ്? വാട്ട് ഈസ് ഗോയിങ് ടു ബി ഡിഫറെന്റ്? അല്ല ചേച്ചി, ഞങ്ങൾ മനസ്സിൽ കണ്ടെന്ന് വെച്ചാൽ ആദ്യം ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ വന്ന് വിളിച്ച് അകത്തിരുത്തി സെറ്റപ്പ്. പക്ഷെ അതല്ല, നമുക്ക് നമ്മൾ പ്രകൃതിയായിട്ട് ആസ്വദിച്ച് ഇതുപോലത്തെ ഒരു സെറ്റപ്പിൽ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രീറ്റ് നോക്കിയത്. നമ്മൾ സ്ട്രീറ്റ് എന്ന് വന്ന ആൾക്കാർ നമ്മുടെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരിൽ പോയി അവരായിട്ട് ഇന്ററാക്ട് ചെയ്ത് ചെയ്യുന്ന കണ്ടന്റ് ആണ് നമ്മുടെ എല്ലാം. ഐ മീൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഡാൻസിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ്
ഒരു ബന്ധം നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കും. അതെ അതെ അതെ, ഒരു warmth ആണ്. അതെ, അപ്പൊ അവരുടെ സ്റ്റോറി warmth. അപ്പം അവരായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും അവര് ആദ്യമായിട്ട് ഡാൻസ് ചെയ്യുന്നവര് അവരുടെ ഒരു അതെ അതെ, ഒരു അക്കംപ്ലിഷ്ഡ് ഫീലിംഗ് അല്ലേ? ചെയ്യുമ്പോ അവരുടെ അല്ല, ആബി അത് പറയുമ്പോഴുണ്ടല്ലോ നമുക്ക് വിചാരിക്കുന്നത് എളുപ്പം പഠിപ്പിച്ചു തരാം എന്ന് പറയുമ്പോൾ ശരിക്കും ശരിയാണ് കേട്ടോ, എളുപ്പം പഠിക്കാൻ പറ്റും എന്നുള്ളത്. അതെ, സോ ആർക്കും ചെയ്യാൻ പറ്റും ആ ഒരു ദാറ്റ് സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. അപ്പൊ നമുക്ക് ആ ഹ്യൂമൻ ഇന്ററാക്ഷൻ ആണ് നമുക്ക് ഏറ്റവും വാല്യുബിൾ. അത് അപ്പൊ നമ്മുടെ ഇതിലെ കോൺസെപ്റ്റില് നമുക്ക് അവരുടെ കഥ കൊണ്ടുവരണം ആൾക്കാരിൽ. നമുക്ക് ഇടയ്ക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. നമ്മളൊരിക്കൽ കണക്ക് ചേച്ചിയുടെ പിള്ളേർ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് പയ്യെ എന്നും പോകും, മുണ്ടൊക്കെ എടുത്ത് മറ്റേ കാലിൽ കമ്മലൊക്കെ ഇട്ട് പോകും. ഒരു ദിവസം നമ്മൾ എന്നും അവിടെ പോകുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ആംഗ്യം കാണിക്കും, എടുത്തോണ്ട് വണ്ടി എടുത്തോണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും ഇങ്ങനെ. അപ്പൊ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം പിടിച്ച് സംസാരിച്ചാലും നോക്കി. അപ്പൊ നമ്മൾ 2-3 പ്രാവശ്യം സംസാരിക്കാൻ വേണ്ടിയുള്ള ഇത് നോക്കി, പുള്ളി നടന്നില്ല. 3-ാമത്തെ ദിവസം നമ്മൾ കണക്കൊന്ന് കാറിന്റെ ബോണറ്റ് ഒന്ന് അടിച്ചിട്ട് ഒരൊറ്റ പോക്ക്. എങ്ങനെ സംസാരിക്കുമല്ലേ? അപ്പൊ ഞാൻ പെട്ടെന്ന് ക്ലാസ് ഇത് ശരിയാവില്ല, റോങ് ആണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചേച്ചി എന്നാൽ ശരി നമുക്കൊന്ന് നോക്കാം. നമ്മൾ പിറകെ പോയി വഴുതക്കാട് എത്തി. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചോദിച്ചതും അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളി സംസാരിക്കത്തില്ല. ഇതില് പേടിയാ, ആളുകളെ പൊതുവെ പുള്ളിക്ക് പേടിയാ. അങ്ങനെ ഇറങ്ങി ചെന്ന് നേരെ 2 പോലീസുകാരടുത്ത് ചെന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ ഒരു കംപ്ലൈന്റ് ചെയ്തു. ഇങ്ങനെ പുള്ളിയുടെ ID കാർഡ് എന്തോ കാണിച്ചു കൊടുത്ത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം പോലീസ് പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചേച്ചി ഇറങ്ങി ചെന്ന് കാര്യമായിട്ട് സംസാരിച്ചപ്പം പുള്ളി കാര്യം മനസ്സിലായി, നമ്മളൊന്നും ചെയ്യാൻ വന്നതല്ല. പക്ഷെ ഈ പുള്ളിയെ കാണുമ്പം പല ആൾക്കാരും ഉപദ്രവിക്കണ രീതി പുള്ളിയോട്. അപ്പൊ പുള്ളി വിചാരിച്ച അതായിരിക്കും പ്രശ്നം. അങ്ങനെ കളിയാക്കലൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ പുള്ളി നടക്കണ ആ ഒരു സ്റ്റൈല് കാണുമ്പോഴേ എല്ലാവരും ചിരിയും കളിയാക്കലും പോലെ. പുള്ളിയുടെ ഡിഫൻസ് ആണ്, പുള്ളിയുടെ കവചമാണ് ആ ദേഷ്യം അല്ലേ? ഒരു ഫീമെയിൽ ടച്ച് കമ്മലൊക്കെ ഇട്ടത്, കണ്ണൊക്കെ എഴുതി അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കാണുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ സൊസൈറ്റി അല്ലേ, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എവരിബഡി ഷാൻസും. സോ നമുക്കാണെങ്കിൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു, എന്താ വൈ ഇസ് ഹി ലൈക്ക് ദിസ്, എന്താണ് ഇങ്ങനെ. ആൻഡ് ഹീസ് ഒരു ഫൺ പേഴ്സണും കൂടെയാണ്. ബിക്കോസ് കാണിച്ചോണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര കോമഡിയാണ്. നമ്മള് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് കാണാം അവനിങ്ങനെ ശ്രദ്ധിക്കും, ഇങ്ങനെ ഓരോന്നൊക്കെ. പക്ഷെ ആൾക്കാർ ഒത്തിരി ഉപദ്രവിക്കാറുണ്ട്. പിന്നെ അവന്റെ ചില കയ്യിലിരിപ്പൊക്കെ ഉണ്ട്. അങ്ങനെ എടുത്തപ്പോ കിട്ടിയല്ലേ, കണ്ടന്റ് കിട്ടി. ഡിസേബിൾഡ് ആണ്, ഫാമിലി അങ്ങനെയൊക്കെ അപ്പൊ ഇങ്ങനെ ആൾക്കാരെ പലതരം, നമ്മളല്ലാത്ത പലതരം ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സത്യം. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ ലോകത്ത് വരുമ്പോഴാണ് മോർ ദാൻ വാട്ട് ഈസ് അക്സെപ്റ്റഡ് ഇൻ ദ സൊസൈറ്റി, വാട്ട് ഈസ് ബോട്ടിൽഡ് അപ്പ്. എന്തോരം വൈകൃതങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അതിന് വേറൊരർത്ഥം കൽപ്പിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെയുള്ളത്. അപ്പം ആ ഒരു വൈകല്യം വെച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ദൈവം ഇങ്ങനെയും ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു ഭയങ്കരമായ അറിവ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും എല്ലാവരുടെയും ജീവിതം നമ്മളെ പോലെയാണ്, എല്ലാവരുടെയും ജീവിക്കുന്ന രീതിയും അത് നമ്മളെ പോലെ തന്നെ ആയിരിക്കണം. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഇത്രയും പല പല ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആൾക്കാർക്ക് ഇത്രയും ഉണ്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെ. സോ അല്ല, ദാറ്റ്സ് വാട്ട് അഗെയിൻ സി, നമ്മൾ ഒരിക്കലും ഒരാളെ സ്ക്രീനിൽ കാണുന്ന പോലെ ഐ നോ ദാറ്റ് എനിക്ക് നന്നായിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരി ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ഇത് എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമത്തിലൂടെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. നേരിട്ട് കണ്ടാൽ വാ തുറക്കില്ല, മിണ്ടില്ല, ഇൻട്രോവേർട്ടാണ്. അതേസമയം വെൻ ഷീ ഈസ് ഓൺ ഫേസ്ബുക്ക് ഷീ ഈസ് വെരി എക്സ്പ്രസീവ്. ആൻഡ് അപ്പം ഞാൻ ആലോചിച്ച് ചേച്ചി അപ്പം യു സോ ഡിഫറെൻറ്റ്, യു സോ വൈബ്രൻറ്റ് ഓവർ ദ. അതുകൊണ്ട് ചേച്ചി പറയും അതാണ് എൻ്റെ ഒരു, എനിക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അപ്പം ചില ആൾക്കാരുടെ ഒരു എക്സ്പ്രഷൻ ഇതാണ്. എൻ്റെ മകളെ ഒരാൾ മറ്റേ ആയുർവേദ കോളേജിൽ വെച്ചിട്ട് ഒന്നുമില്ല, അയാൾ ഇങ്ങനെ നടന്നു പോയി, അയാളുടെ നമുക്കിങ്ങനത്തെ ആൾക്കാരെ അറിയാലോ. അപ്പം ഞാൻ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി. ആൻഡ് മിന്നിച്ചമ്മി മിന്നിച്ചമ്മി കരയാൻ തുടങ്ങി. അവൾ എന്നെ വലിച്ചുകൊണ്ട് പോയതുകൊണ്ട് ഞാൻ ഫർദർ ആ സീനിന് അയാൾ എന്നെ തെറി വിളിച്ചു. അപ്പോൾ അതൊക്കെ വെറുതെ എടുത്താൽ മതിയായിരുന്നു. ഞാൻ അടുത്ത് ചോദ്യം ചെയ്തോളൂ, ഒരു കൊച്ചു കുട്ടിയെടുത്താണ് നിങ്ങളിത് ചെയ്തത്. ഞാൻ ഒതുങ്ങി നടന്നു. പക്ഷെ അയാൾ അങ്ങനെ നേരെ
ഇങ്ങനെ അവളെ ഒരസിക്കൊണ്ടുപോയി. അപ്പം അത് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് കണ്ടന്റ് ഇടുന്നില്ല? നിങ്ങൾ വളരെ ബോൾഡായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്, എന്തുകൊണ്ട് അതിനെക്കുറിച്ച് കണ്ടന്റ് ഇടുന്നില്ല? പക്ഷേ എനിക്ക് എത്ര വിചാരിച്ചിട്ട് ഞാൻ കണ്ടന്റ് എടുത്തു, പക്ഷേ എനിക്കുണ്ടായൊരു അപമാനം അല്ലെങ്കിൽ എനിക്കുണ്ടായൊരു ദുഃഖം, എനിക്ക് കണ്ടന്റ് ഇടാൻ പറ്റുന്നില്ല. ഐ കുഡ്ന്റ് ഗെറ്റ് മൈ സെൽഫ് ടു പബ്ലിഷ് ഇറ്റ്. അപ്പോൾ എത്ര എക്സ്പ്രസീവ് ആണെങ്കിലും ഓരോരുത്തർക്കും ഉണ്ട് ഓരോരോ ഷെല്ലുകൾ. അതെ. On the other side, I think ഇപ്പോഴത്തെ പിള്ളേര് they are more bold about putting these things അല്ലേ, online calling out people who are not. അതും ഒരു ചെറിയ അതാണ്. ഇതിപ്പോൾ എൻ്റെ മോൾക്ക് 13 വയസ്സേ ആയുള്ളൂ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ഷുഡ് ഐ പുട്ട് ഔട്ട് സംതിങ് വെയർ ഷീ ഈസ് ഗെറ്റിംഗ് വിക്ടിമൈസ്ഡ് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ജനറേഷന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ I think they are more bold. ചോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നു. I think even നമ്മളൊക്കെ we've also been through so many things. Absolutely. അതെ. പക്ഷെ നമുക്കൊന്നും നമ്മള് ആ സ്പോട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ചോദിക്കാനും അവിടെ വായി തുറക്കാനുള്ള ഇപ്പോഴത്തെ പിള്ളേർ പ്രതികരിക്കും. ഇപ്പോഴത്തെ പിള്ളേർ സ്പോട്ടിൽ ഇപ്പൊ ബസ്സിലായിരുന്നാലും എവിടെ ആയിരുന്നാലും ഒപ്പം എന്തെങ്കിലും മോശമായിട്ട് തോന്നി അപ്പം ഫോൺ റെക്കോർഡ് ചെയ്തവര് ഒരു അടിപൊളി സാധനമാണ്. ഇക്വാലിറ്റി എന്ന് പറയുന്ന ജനറേഷൻ മാറുന്തോറും അവർക്ക് അവരുടെ ഈക്വലി ദെയർ വേൾഡ് ആണ്, അവരുടെ അവകാശമാണ് എന്നുള്ളത്. ഞാൻ ഒരു ജനറേഷൻ എന്താണ് നല്ലത് മാത്രം കാണിക്കുക എന്നുള്ളൊരു ജനറേഷനിലുള്ളത് കൊണ്ടാണ് എനിക്കത് ഇടാൻ പറ്റാത്തത്. So you had a medical episode last year, right? അതെ, ലാസ്റ്റ് ഇയർ. And like ഞാൻ പോലും അറിഞ്ഞത് was long time after you'd been through that. And when we were planning a content അല്ലേ, ഭയങ്കര ഷോക്കായി. ഞങ്ങൾ രണ്ടും ഭയങ്കര ഷോക്കായി. ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു ഞാൻ നോക്കിയപ്പോ ചേച്ചി എന്തോ പറഞ്ഞില്ലേ, ഒരു സൈഡിൽ കൂടെ എന്റെ കണ്ണിൽ കൂടെ വെള്ളം ഒഴിക്കും. എന്നിട്ട് എന്ത് ഒന്നും മിണ്ടണില്ല. ആദ്യത്തെ 5 മിനിറ്റ് ഷോക്ക്. ഞാൻ പെട്ടെന്ന് വണ്ടി ചവിട്ടി എടുത്ത് ഇങ്ങനെ കാണിച്ചു. ചേച്ചിക്ക് പെട്ടെന്നൊരു പ്രശ്നങ്ങളായി. പിന്നെ രണ്ടുപേരും കൂടെ ഇങ്ങനെ നമ്മള് ബിക്കോസ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അനുഷ്ഠിനെ. അനുഷ്ഠയുടെ കണ്ടന്റിൽ ഒരിക്കലും ഇറ്റ് വാസന്റ് ഒബ്വിയസ് ദാറ്റ് യു ഗോയിങ് ത്രൂ സംതിങ് സോ ബിഗ്. അല്ല, ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു കച്ചിത്തുരുമ്പും കയറി വരാൻ. കാരണം ഒരു ബ്രെയിൻ സർജറി ഒക്കെ കഴിയുമ്പോഴുണ്ടല്ലോ നമ്മൾ ബ്ലാങ്കാണ്. അതായത് ആൻഡ് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇല്ലാത്ത ഒരു കൈൻഡ് ഓഫ് ഒരു കോമ്പറ്റീഷൻ ഇല്ല. ഞാൻ സർജറിക്ക് പോകുന്നതിന് മുമ്പ് വായിച്ചിരുന്ന ഒരു ബോർഡ്, 4-5 അക്ഷരമുള്ള ഒരു ബോർഡ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം റിക്കളക്ഷൻ പോലും ഇല്ല. എൻ്റെ റൂമിൽ നിന്നും നമ്മൾ ഒരു റൂമിൽ നമുക്ക് അഡ്മിറ്റ് ആവുമല്ലോ, ആ റൂമിൽ നിന്നും ജനൽ വഴി കാണാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ്. സർജറി കഴിഞ്ഞ് വന്ന് എനിക്ക് അക്ഷരങ്ങളാണ് എന്നെനിക്കറിയാം. അതെന്താണത് വായിച്ചാൽ എന്താണത് വരിക എന്ന്, സർജറിക്ക് മുമ്പ് എന്തായിരുന്നു, അത് അക്ഷരങ്ങൾ എന്താണ് എന്നെനിക്ക് അവിടെ നിന്നും ഇറങ്ങി വരുന്നത് വരെ എനിക്ക് റിക്കളക്ഷൻ ഇല്ല. ഐ വാസ് ഇൻ നോ പ്രഷർ ടു ഫൈൻഡ് ഔട്ട് ഓർ അണ്ടർസ്റ്റാൻഡ്. സർജറി കഴിഞ്ഞപ്പോഴും എൻറ്റയർലി ബ്ലാങ്കാണ്. ഇങ്ങനെ സിനിമ ഇപ്പം അമ്മയും മക്കളും ഒക്കെ പിടിച്ചിരുത്തും, അവരുടെ ടി വിയുടെ മുന്നേ പിടിച്ചിരുത്തും. ടി വി കാണുന്നുണ്ട്, എന്താണ് കാണുന്നത്, എന്താണ് അത് തലയിലൊന്നും രജിസ്റ്റർ ആവുന്നില്ല. കുറേ കാലമെടുത്തു സ്പീച്ച് വരാൻ, കുറേ കാലമെടുത്തു കോഗ്നിഷൻ, അതായത് ഒരു കാര്യം കണ്ടാൽ അത് KERA കേരളയാണ് എന്ന് മനസ്സിലാക്കാൻ. പക്ഷേ ഭയങ്കര ലേഡ് ബാക്ക്. നമുക്ക് അപ്പോഴേ എനിക്ക് മനസ്സിലായത് നമുക്ക് ഈ ഒരു എന്തെങ്കിലും ബ്രെയിൻ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ അവർ ഭയങ്കര സ്ലോ ആണ്. ആൻഡ് ഒരു ബ്രെയിൻ തുറക്കുന്ന ഒരു സർജറി കഴിയുമ്പോൾ ഓരോരുത്തരുടെ റിക്കവറിയും ഓരോന്ന് പോലെയാണ്. ആൻഡ് ഞാൻ എൻ്റെ ഇതിന് പോകുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പോയി കഴിഞ്ഞിട്ട് വിത്തിൻ ദാറ്റ് 9 weeks ഞാൻ ഓൾറെഡി കണ്ടന്റ് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻഡ് വാസ് വെൻ ഐ കെയിം ബാക്ക് എനിക്ക് എത്ര ഒരു 100 യൂസേഴ്സ് എന്തോ എനിക്ക് കൂടി. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ദർ ഇസ് ഗ്രോത്ത് സംവെയർ. എനിക്ക് ഭയങ്കരമായിട്ട് പ്രതീക്ഷ തന്ന. ആൻഡ് ഓക്കെ ഫൈൻ, ഇറ്റ്സ് നോട്ട് ഒരു റീസെറ്റ് ബട്ടൺ ഒന്നും അല്ല, എവറിത്തിങ് വാസ് സെയിം ആൻഡ് യു ജസ്റ്റ് ഹാവ് ടു ഗെറ്റ് ബാക്ക് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അതൊരു ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. ആൻഡ് ലക്കിലി ആദ്യം തന്നെ അറിഞ്ഞത് മാലിഗ്നൻ്റ് അല്ല എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ റെഗുലർ മോണിറ്ററിങ് അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ നമുക്ക് ഭയപ്പെടേണ്ടതൊന്നുമില്ല. ഇപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി കണ്ടന്റ് ക്രിയേഷനും ഡാൻസും ഒക്കെ തന്നെയായിരുന്നു. എനിക്ക് ഡാൻസ് ക്ലാസ്സസിൽ ഞാൻ ഒന്നും തന്നെ പറഞ്ഞില്ല, ഒരു മെഡിക്കൽ ലീവാണ് എന്ന് പറയും, പിന്നെ അവിടെ ആരും ചോദിക്കില്ല. അങ്ങനെ എന്നിട്ട് വെൻ ഐ റെസ്യൂം ഡാൻസ് ക്ലാസ് ഇൻ ദ 9th week ഐ കുഡ് ടേക്ക് ക്ലാസ്സസ്. അപ്പം വളരെ മെല്ലെയായിരുന്നു ആ ഒരു ഇതെങ്കിലും എനിക്ക് ഡാൻസ് ക്ലാസ് എടുക്കാൻ പറ്റി, വിത്ത് ഹെൽപ്പായിരുന്നു. എന്നാൽ പോലും വളരെ ചെറിയ തോതിൽ ഡാൻസ് ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നു. കണ്ടന്റ് ക്രിയേഷൻ നന്നായി തന്നെ പൊക്കോണ്ടിരിക്കുന്നു. ഐ എം ലൈക്ക് ഒന്നും പറ്റിയില്ല. ബിക്കോസ് യു പ്ലാൻ സോ വെൽ, തിരിച്ചു വരാൻ
ഒരു റീസൺ ഉള്ള കാരണം ഐ തിങ്ക്. അതെ അതെ, ഒന്നുമില്ലേലും ഇൻസ്റ്റാഗ്രാമിലെ ആൾക്കാർ അവര് ദേ ആർ ഓക്കെ ഹോപ്പിംഗ് ദാറ്റ് എവറിത്തിങ് ഇസ് ഗുഡ്. പിന്നെ തല മുട്ടയടിച്ചില്ല. തലമുട്ടിച്ചിരുന്നെങ്കിൽ നമ്മൾ അത് വേറെ ലുക്കാക്കിയേനെ. എന്നാൽ പോലും എനിക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡേർഡ് സാധനമാണ് ഓക്കെ തലമുടി, ആ ഒരു ട്രഡീഷണൽ ഒരു ലുക്ക്, അതൊന്നും മാറേണ്ട വന്നില്ല. എനിക്കൊന്നും തന്നെ മാറിയില്ല. ഈ ഒരു കണ്ടീഷൻ വന്നു പോയി, ആൻഡ് അത്രയും തന്നെ ഉണ്ടായുള്ളൂ. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താണ്, ഒരു കൈത്താങ്, എവിടെ നോക്കിയോ ഒരു സുപ്രീം പവറിൻ്റെ ഒരു കൈത്താങ് എനിക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥന, ചുറ്റുമുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ. ഐഷു കരഞ്ഞു എന്ന് പറയുമ്പോൾ ഐഷുവിന്റെ വിഷസ് ആണ് എനിക്ക് വരണേ. ആൻഡ് നൗ വി ആർ ബാക്ക്. നമ്മൾ ആദ്യം ചേച്ചിയെ കണ്ടു ഓർമ്മയുണ്ടായിരുന്ന, നമ്മളെന്നാ കോഫി ക്ലബ്ബിൽ ഇരുന്നപ്പോൾ ചേച്ചി അപ്പൊ ഞാൻ ചേച്ചി അഭിയെ ഞാൻ ശ്രദ്ധിക്കണേ ഇല്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ചേച്ചിയുടെ ഇങ്ങനെ പറയുന്നത്, ആ ചേച്ചിക്ക് മറ്റേ ഉർവശിയുടെ ഒക്കെ ഉർവശി കൽപ്പന. പിന്നെ ആ ഒരു സാധനം ഉണ്ടല്ലോ നമുക്ക്, എനിക്ക് ഡെഫിനറ്റ്ലി ആ ഒരു എന്നെ ഓഫീസിൽ എൻ്റെ അടുത്ത കൂട്ടുകാർ എന്നെ വിളിക്കുന്നത് UDC. അതൊക്കെ അതിന് കാരണമൊന്നുമില്ല, ഞാൻ വലിയ സൺഗ്ലാസും വെച്ച് കൊടയൊക്കെ പിടിച്ചോണ്ടാണ് ഇറങ്ങുന്നത്. അഭിനയിക്കാൻ അറിയണ്ടേ, അതിന് ഒരേ ഒരു ഞാൻ സംഗതി, നമ്മൾ വർത്തമാനം പറയുന്ന പോലെയോ ഡാൻസ് കളിക്കുന്ന പോലെയല്ലോ, അതിനൊക്കെ മഞ്ജു വാര്യനൊക്കെ സമ്മതിക്കണം കേട്ടോ. ഈ ഡാൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ അഭിനയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇതുവഴി പോകുന്ന ഒരു കിളി പോകുന്നു, നമ്മൾ കണ്ണ് വഴിയാണ് ആ കിളിയൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി എക്സാജറേറ്റഡ് ആണ് നമ്മുടെ അഭിനയം. അതേസമയം ആ അഭിനയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്ന മഞ്ജു വാര്യനൊക്കെ സമ്മതിക്കണം. അതെ, അത് ഭയങ്കര ഒരു അൺലേണിങ് ആൻഡ് റീലേണിംഗ് ആണ്. എനിക്കൊക്കെ മറ്റേ എക്സാജറേറ്റഡ് അഭിനയമേ എനിക്ക് പറ്റത്തുള്ളൂ. ഞാനത് ഡബ്ബിങ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡബ്ബിങ്ങും ഡിഫിക്കൽട്ടാണ്. ആൾക്കാർ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇത്തിരി ഡിഫറെൻറ്റ് ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ ഡബ്ബിങ്ങിന് വിളിക്കും. എൻ്റെ വോയിസ് മോഡുലേഷനൊക്കെ എനിക്ക് കഥ പറയാനേ അറിയത്തുള്ളൂ. ഞാൻ വളരെ ഒരു എന്താണ് കാസ്റ്റഡ് ആണ്, ഒരു കാസ്റ്റിലിട്ട് ഞാൻ വളരെ സ്റ്റിഫായിട്ട് വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ കാണുമ്പോഴുള്ളത്. ദേ സോ വേഴ്സറ്റൈൽ. കുട്ടികളുടെ എങ്ങനെയാണ്, ഹൗ ഇസ് ദ റിയാക്ഷൻ ഈ കണ്ടന്റ് ക്രിയേഷൻ? സോ ദാറ്റ്സ് വാട്ട് ഇനീഷ്യലി ഈവൻ മൈ സത്യം കേട്ടോ. അതിപ്പം അത് നമ്മൾ കീപ്പ് അറ്റ് അത്. എൻ്റെ ആകെയുള്ള റെബല്യൻ ഇതാണ്. വേറെ ഐ ടെൽ ദം ദാറ്റ് ഞാൻ ഇനി ഇപ്പം നമ്മളിപ്പോൾ കറങ്ങാൻ പോയപ്പോൾ ഇന്നാൾ ഗുരുവായൂർ, അതായത് മറ്റേ പിൽഗ്രിമേജ് ട്രിപ്പായിരുന്നു, മൂകാംബിക പോയപ്പോൾ പിൽഗ്രിമേജ് ട്രിപ്പായിരുന്നു നമ്മളപ്പോൾ. ഇതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് എല്ലാവരും വന്ന് റെസ്റ്റ് എടുക്കുന്നു. ഉച്ചയ്ക്ക് അമ്പലം അടച്ചിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നു, ഞാൻ സൗപർണിക പോകുന്നു, ഞാൻ നദിയുടെ അവിടെ പോകുന്നു, ഞാൻ അവിടെ പോകുന്നത് എനിക്ക് കണ്ടന്റ് എടുക്കാനാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ വന്നോ, പക്ഷെ എൻ്റെ വഴിയിൽ വരരുത് എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ പോലും അവിടെ ഇവർക്ക് കുളിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ കുളിക്കാൻ വിട്ടില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് കണ്ടന്റ് എടുക്കുകയാണ്. ഒരു അമ്മ പോണം, ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ആയിക്കോ, ഞാൻ ഇവിടെ നിന്നിട്ട് എന്നെ കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ. അതുകൊണ്ടെന്ന് എനിക്ക് മൂകാംബിക കണ്ടന്റ് കിട്ടി. അതെ, ദാറ്റ്സ് വാട്ട്. സോ നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ച പിടിയാലെ നിന്ന് ബാക്കിയുള്ളവരുടെ എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യുക. കാരണം ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്നേ. നമ്മുടെ ഈ ഒരു കുഞ്ഞു കണ്ടന്റിന് വേണ്ടിയാണ് നമ്മൾ. എൻ്റെ അമ്മയ്ക്കല്ലാതെ എൻ്റെ മക്കൾക്കാണേലും എൻ്റെ ഹസ്ബൻഡിനാണേലും എൻ്റെ എല്ലാവർക്കും ഓക്കെ വൈ ഡു യു സ്പെൻഡ് സോ മച്ച് ടൈം ഓൺ ദാറ്റ് എന്നുള്ളത്. ദേ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. പക്ഷേ they get impatient sometimes. പക്ഷേ understand how much it means to you. Exactly. അതെ ഐഡന്റിറ്റി നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് വേണ്ട അബി. നമുക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാതിരുന്നാൽ മതി. അബിക്ക് ആരെങ്കിലും സപ്പോർട്ട് വേണോ കണ്ടന്റ് ഉണ്ടാക്കാൻ? അത് ബുദ്ധിപരമായി അങ്ങനെ. അല്ലാതെ ഇപ്പൊ ഒരാൾ നാളെ അബിയുടെ അമ്മ എന്ന് പറയുന്നത് നീ ഇനി പോലും കണ്ടന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അബി നിർത്തുമോ? ഇല്ല. സോ ദാറ്റ്സ് വാട്ട്. നമുക്ക് സപ്പോർട്ട് എന്നുള്ളതിനെക്കാട്ടിലും നമ്മളെ തടയാതിരുന്നാൽ മതി. അതാണ് നമുക്ക് വേണ്ടത്. ശരിയായി അമ്മയൊക്കെ പറയും അവൻ പിള്ളേരുടെ ഡാൻസ് കളിച്ചാണ്. അതെ, നീ എന്തിനാ വഴിയില്ല അന്ന്. അപ്പം നമുക്കൊരു പ്രശ്നമാണ്. ഒരാൾ നമ്മളെ തടയുമ്പോൾ നമുക്കൊരു വിഷമമാണ്. കാരണം നമ്മൾ എന്തായാലും റെബൽ ചെയ്ത് ചെയ്യും. എനിക്ക് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറേ പേരുണ്ട് സപ്പോർട്ട് ചെയ്യണ ആൾക്കാർ. സപ്പോർട്ട് ആക്ച്വലി ഇതിനെക്കുറിച്ചൊരു സ്റ്റോറി ഇടണം, ഇന്ന കഥ ഇടണം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ പറഞ്ഞാൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രഷറും കൂടെയാണ്. അപ്പൊ ശരിക്കും സപ്പോർട്ട് എന്ത് പറ്റി കണ്ടന്റ് വരാത്തതെന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് എന്നുള്ളതിനെക്കാട്ടിലും
ഒരു അക്സെപ്റ്റൻസ്, അതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടത്. ഓൾസോ ഹോൾഡ്സ് യു അക്കൗണ്ടബിൾ. അതെ, അത് അവരിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഇടണം, ആൾക്കാരുണ്ട് നമ്മുടെ നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതൊരു വാലിഡേഷൻ, ഓഫ് കോഴ്സ് വലിയൊരു വാലിഡേഷൻ. നൈറ്റ് ഔട്ട് ടോക്സിലേക്ക് വന്ന അനുശ്രീ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ്. ഒരുപാട് പറ. താങ്ക്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇത് ഓക്കെ. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും സന്ധിപ്പത് വരെ ബൈ ബൈ.